നേമത്ത് ബി.ജെ.പി ജയിക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ വികസിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നേമത്തെ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നിപ്പോ നമ്മൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുകൾ ഏകദേശം എയർപോർട്ട് നിലവാരത്തിലേക്ക് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തന്നെ വികസിപ്പിച്ച കാഴ്ച നമ്മൾ കണ്ടിരിക്കുകയാണ്. അവിടെ നിന്നും എന്ത് മാറ്റമാണ് നേമത്ത് വരാൻ പോകുന്നത്? നേമത്ത് വരാൻ പോകുന്നത് ഒരു സാറ്റലൈറ്റ് ടെർമിനലാണ്. 30 ട്രെയിനുകൾ ഒരേ സമയം, ഏകദേശം 30 ട്രെയിനുകൾ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഈ ടെർമിനലിനുണ്ടാകും. 10 പിക്ക് ലൈനുകൾ, ട്രെയിനുകളുടെ അറ്റകുറ്റപ്പണികൾക്കും വൃത്തിയാക്കലിനുമായി 10 പിക്ക് ലൈനുകൾ ഇവിടെ നിർമ്മിക്കും. ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങളിൽ ഒന്നായി മാറും. സ്റ്റേഷൻ കെട്ടിടം, ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഷൻ കെട്ടിടം, വിശ്രമ മുറികൾ, വലിയ പാർക്കിംഗ് ഏരിയ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. തൊഴിലവസരങ്ങൾ, ടെർമിനൽ വരുന്നതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് നേരിട്ടും അല്ലാതെയും ജോലി ലഭിക്കും. ഹോട്ടലുകൾ, ടാക്സി സർവീസുകൾ, മറ്റ് ചെറുകിട കച്ചവടങ്ങൾ എന്നിവ നേമത്ത് സജീവമാകും. റിയൽ എസ്റ്റേറ്റ് കുതിച്ചുചാട്ടം, റെയിൽവേ ടെർമിനൽ വരുന്നതോടെ നേമമണ്ഡലത്തിലെ ഭൂമിയുടെ വിലയും പ്രാധാന്യവും വർദ്ധിക്കും. നേമം തിരുവനന്തപുരത്തിന്റെ രണ്ടാമത്തെ പ്രധാന നഗരമായി, സാറ്റലൈറ്റ് സിറ്റിയായി മാറും. യാത്രാ സൗകര്യം, ദീർഘദൂര ട്രെയിനുകൾ നേമത്ത് നിന്ന് തന്നെ തുടങ്ങാനും അവസാനിക്കാനും സാധിക്കും. ഇത് നേമം നിവാസികൾക്ക് വലിയ യാത്രാ സൗകര്യമാകും. എത്ര വലിയ പദ്ധതിയാണ് നേമത്ത് വന്നിരിക്കുന്നത് നോക്കുക. ഈ പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതിന് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ എന്താണ്? വർഷങ്ങളായി മരിച്ചു കിടന്ന ഒരു പദ്ധതിയാണ് സത്യത്തിൽ ഇത്. അതിന് ജീവൻ നൽകിയത് രാജീവ് ചന്ദ്രശേഖരന്റെ ശക്തമായ ഇടപെടലുകളാണ്. ഭൂമി ഏറ്റെടുക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത് നീക്കാൻ വേണ്ടിയും അതുപോലെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൽ നിന്നും ഇതിന്റെ ഫണ്ട് അനുവദിച്ചെടുക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം നേരിട്ട് പ്രവർത്തിച്ചു. 2.59 ഹെക്ടർ ആണ് ഈ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ വെറും വാക്ക് പറയുന്ന ഒരു വ്യക്തിയല്ല, എന്തെങ്കിലും കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കാണിച്ച് തന്നെ ശീലമുള്ള ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം സെൻട്രലില് ട്രെയിനുകൾ പിടിച്ചിടുന്ന കാലം കഴിയാൻ പോവുകയാണ്. നേമത്ത് വരുന്നത് വെറും ഒരു റെയിൽവേ സ്റ്റേഷൻ അല്ല, വടക്കേ ഇന്ത്യയിലെ വമ്പൻ സ്റ്റേഷനുകളെ വെല്ലുന്ന മെഗാ ടെർമിനലാണ്. ഇത് നേമത്തിന്റെ മുഖച്ഛായ മാറ്റും. രാജീവ് ചന്ദ്രശേഖരന്റെ ഉറപ്പാണ്. മാറാത്തത് മാറും, ഇനി കേരളം വളരും. അപ്പോ വോട്ട് രാജീവ് ചന്ദ്രശേഖരനല്ലേ?